കണ്ടംകുളത്തി കുടുംബത്തിൻ്റെ ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടംകുളത്തി കുടുംബത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചാണ്. കണ്ടംകുളത്തി കുടുംബത്തിൽ തന്നെ എത്ര പേർ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്? കണ്ടംകുളത്തി കുടുംബത്തിൽ ആയുർവേദ ചികിത്സയും ആയുർവേദ മരുന്ന് നിർമ്മാണവും പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് ഒറ്റ കുടുംബമുള്ളൂ. അത് കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയാണ്. ഈ കണ്ടംകുളത്തി എന്നുള്ള പേരിൻ്റെ ഇടയിൽ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന വേറെ പല കുടുംബങ്ങളുണ്ട്. പക്ഷേ കണ്ടംകുളത്തി പാരമ്പര്യം മുന്നോട്ട് വെച്ച് പാരമ്പര്യം മുന്നിലാക്കി മുന്നോട്ട് പോകുന്ന ഒരേ ഒരു കുടുംബമുള്ളൂ. അത് കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയാണ്. അപ്പോൾ ഒരു ലേഡി ഡോക്ടറുടെ ചിത്രമൊക്കെ ഉള്ള പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ. ഏലാതി ലേഹ്യം, ഏലാതി ചൂവബിൾ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ്. അതും നിങ്ങളും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല, അതായത് 175 പരം വർഷത്തെ പാരമ്പര്യമുള്ള, ഇന്ന് 5 തലമുറകൾ പിന്നിട്ട് 6ാം തലമുറയിലേക്ക് എത്തിയിരിക്കുന്ന കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല. ഈ കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയ്ക്ക് താങ്കൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്തുത പരസ്യത്തിൽ കൂടി വരുന്ന ആ ലേഡിയുമായിട്ടുള്ള കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ കണ്ടംകുളത്തി പാരമ്പര്യമായിട്ടും, കാരണം ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീ കണ്ടംകുളത്തി കണ്ടംകുളത്തിയുടെ ഒരു കുടുംബത്തിലേക്ക് വിവാഹം വഴി വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഏതാണ്ട് ഒരു 85-86 ആ കാലഘട്ടങ്ങളിലാണ് അവർ വിവാഹം വഴി നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം അവരുടെ ലൈസൻസിൽ അവർ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളിപ്പോൾ പറയുന്ന സ്ഥാപനം. പ്രസ്തുത സ്ഥാപനത്തിന് കണ്ടംകുളത്തിയുടെ പാരമ്പര്യമോ കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയുമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. കണ്ടംകുളത്തി എന്നുള്ള പേര് അവരുടെ കമ്പനിയുടെ പേരിനിടയിൽ ഉപയോഗിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം കണ്ടംകുളത്തി എന്ന കുടുംബത്തിൻ്റെ പാരമ്പര്യം മാത്രമാണ്. അല്ലാതെ കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഒരേ പേരിലുള്ള 2 സ്ഥാപനങ്ങൾ, അതും രണ്ടും 2 ബ്രാൻഡാണെന്ന് കൂടി പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും. കാരണം ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു കുടുംബം, അതായത് കണ്ടംകുളത്തിയുടെ ഒരു തായ്വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കണ്ടംകുളത്തി കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആ കണ്ടംകുളത്തി കുടുംബം നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ടംകുളത്തി കുടുംബത്തിൻ്റെ അതേ തായ്വഴി കണ്ണി മുറിയാണ്ട് പോകുന്ന ഒരു ഇതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ ഇടയിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു വിവാഹം വഴി കയറി വന്ന ഒരു സ്ത്രീയാണ് ഇവർ. അവരുടെ ലൈസൻസിൽ അവർ പഠിച്ച അവരുടെ BAMS ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു. അത് ഒരു 85-86 ആ ഒരു 90 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ആ ഒരു പാരമ്പര്യം മാത്രമാണ് അവർക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം തീർച്ചയായും കണ്ടംകുളത്തി എന്നുള്ളതാണ് ഉയർത്തി കാണിക്കുന്നത്, അവരുടെ പേരിനിടയിലുള്ളൊരു വാക്ക്. ഇന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും കണ്ടംകുളത്തി പാരമ്പര്യമാവില്ലല്ലോ. കണ്ടംകുളത്തി പാരമ്പര്യം അന്നും ഇന്നും എന്നും മുന്നോട്ട് പോകുന്നത് കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല എന്നുള്ള സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്.